ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മലർ ചന്ദ്രികയോട് ഷാഢ്യം ചെയ്ത് പറയുകയാണ്, എനിക്ക് സിദ്ധുവിനെ കാണണമെന്ന്. അപ്പോൾ മലർ, ഞാൻ പറയുന്നത് കേൾക്കും മോളെ ഒന്ന് എന്ന് പറയുമ്പോഴേക്കും തന്നെ മലർ ബോധം കിട്ടി താഴേക്ക് വീഴുകയായിരുന്നു ഉണ്ടായത്. അയ്യോ മോളെ, എന്ത് പറ്റിയടാ? ഈ സിദ്ധു സാറിനെ ഓർത്തോർത്ത് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നറിയില്ല. അയ്യോ സാറേ, മഹേന്ദ്ര സാറേ, മോളെ കണ്ണ് തുറക്കടാ. മഹീന്ദ്രൻ സാർ എന്ന് വിളിച്ച് ചന്ദ്രിക അവരുടെ വീട്ടിലേക്ക് ഓടുകയാണ്. സിദ്ധു ആണെങ്കിലോ എയർപോർട്ടിൽ ഇതാ വിഷമത്തോടെ ഇരിക്കുകയാണ്. സങ്കടപ്പെട്ട് കരയുകയും ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അമ്മേ, സാർ. എന്താ ചന്ദ്രിക, നീ എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നേ? മലറിന് രാത്രി മുഴുവൻ പനിയായിരുന്നു, ഇപ്പോൾ ബോധവും പോയി അമ്മേ. അയ്യോ, വാ ഏട്ടാ, ഒന്ന് പോയി നോക്കാം. ഒന്ന് വരൂ ഏട്ടാ, വന്നേ എന്ന് പറഞ്ഞ് അവർ ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ സിധുവിൻ്റെ കയ്യിൽ നിന്നും ഒരു സ്ത്രീ ഫോൺ വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന സ്ത്രീ ഫോൺ സിധുവിനെ ഏൽപ്പിക്കുകയാണ്. ഇതാ മോനെ, വളരെ ഉപകാരം. ശരി മോനെ. സിധു ആ ഫോൺ വാങ്ങിച്ചിട്ട് അതേപോലെ തന്നെ പോക്കറ്റിലിടുകയായിരുന്നു. മഹേന്ദ്രൻ സാർ ഓടി വരികയായിരുന്നു. മലർ, മലർ മോളെ, മലർ. അതേപോലെ തന്നെ ലക്ഷ്മിയും, മലർ മോളെ, മോക്കെന്ത് പറ്റി മോളെ? മലർ, മലർ എഴുന്നേൽക്കടാ, കണ്ണ് തുറക്കടാ എന്ന് ചന്ദ്രികയും പറയാണ്. അതേപോലെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രൻ സാറൊക്കെ മലറിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലർ, മലർ, എൻ്റെ കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല അമ്മേ. മലർ മോളെ, എഴുന്നേൽക്ക്. ഇവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ അമ്മേ. ചന്ദ്രികെ, നീ പേടിക്കണ്ട, ഞാൻ ഉടനെ ഡോക്ടറെ വിളിക്കാം. ഇപ്പോഴും ലക്ഷ്മി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലർ മോളെ, കണ്ണ് തുറക്കും മോളെ. മലർ മോളെ, എഴുന്നേൽക്ക് മോളെ. മലർ മോൾ ഒരു തരത്തിലും കണ്ണ് തുറക്കുന്നില്ല. മഹേന്ദ്രൻ സാറാണ് ഡോക്ടറെ വിളിക്കുകയാണ്. പെട്ടെന്ന് കുഞ്ഞിന് സുഖമില്ലാതെയായി സാർ, നല്ല മയക്കത്തിലാണുള്ളത്. മലർ മോളെ, കണ്ണ് തുറക്കടാ, അമ്മയെ വിളിക്കുന്നടാ. അതേപോലെ തന്നെ മുത്തശ്ശിയെ വിളിച്ചിട്ട് പറയാണ്, മോളെ കണ്ണ് തുറക്കും മോളെ, മുത്തശ്ശിയെ വിളിക്കുന്ന മോളെ. അപ്പോൾ ഡോക്ടറോട് വിളിച്ചിട്ട് പറയാണ്, ഒന്ന് വേഗം വരണം ഡോക്ടർ. അയ്യോ അമ്മേ, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയില്ല അമ്മേ. ചന്ദ്രിക, നീ കരയാതെ, ഇപ്പം തന്നെ ഡോക്ടർ വരും. ചന്ദ്രികെ, ഡോക്ടർ ഒരു 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുറ്റത്തിറങ്ങി അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാം. ശരി സാർ. പെട്ടെന്ന് ചെല്ല്. പുറത്ത് ചെല്ല്, പെട്ടെന്ന് വിളിച്ചിട്ട് വാ. ആ സമയം സിദ്ധു ഓർക്കാണ്. മലറിന് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്, മലർ കഴിക്ക് മോളെ. ഇല്ല, എൻ്റെ അമ്മ അറിയാതെ ഞാൻ ഒന്നും വാങ്ങില്ല. കഴിക്ക് മോളെ, നീ കഴിക്ക് എന്ന് പറഞ്ഞ് അടുത്ത് വെച്ച് കൊടുത്തിട്ട് സിദ്ധു പോവുകയാണ്. സിദ്ധു മാറി നിന്ന് നോക്കുന്ന സമയത്ത് മലർ എടുത്ത് കഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സിദ്ധു നല്ല സന്തോഷം തോന്നി. ഇതൊക്കെ സിദ്ധു അവിടെ എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിൽ വിഷമത്തോടെ ഓർക്കുകയാണ്. ഡോക്ടർ, ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, മോൾക്ക് നല്ല പനിക്കുന്നുണ്ട്, പക്ഷേ ബോധമില്ലാതെ കിടക്കുവാണ്. പെട്ടെന്നൊന്ന് നോക്ക് ഡോക്ടർ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഫീവർ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, മൈൽഡ് ഫീവറാ. ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ശരിയായിക്കോളും. ശരി ഡോക്ടർ. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഞാൻ എഴുതി തന്ന മരുന്ന് കൂടെ ഒന്ന് കൊടുക്കണം. ശരി ഡോക്ടർ. ചന്ദ്രികയെ, ഡോക്ടർ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നീ കരയാതിരിക്ക്. മഹേന്ദ്ര സാർ ചന്ദ്രികയെ ആശ്വസിപ്പിക്കുകയാണ്. ഇത് കൊടുത്താൽ മതി. ഇതാ ഏട്ടാ, തരൂ. ഇതിനോടൊപ്പം ഞാൻ തരുന്ന ഈ ഗുളികയും കൊടുത്തേക്ക്. മഹേന്ദ്ര സാർ പറയാണ്, ലക്ഷ്മി നീ ഇവിടെ തന്നെ ഇരുന്ന് മോളെ നോക്കിക്കോണം, ഞാൻ ഇപ്പോൾ വരാം. ഇപ്പം ഞാൻ പോകുന്നു. വരൂ ഡോക്ടർ. ചന്ദ്രികയെ, ഇതാ മോളെ എഴുന്നേറ്റ ഉടനെ ഈ മരുന്ന് കൊടുക്കണം. ശരിയമ്മേ. ഈ സമയം സിദ്ധു ആണെങ്കിലോ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മലറിൻ്റെ കൂടെ ചെസ്സ് കളിച്ചതൊക്കെ, പ്രിയൻ്റെ മലറിൻ്റെ കൂടെ കണ്ണുപൊത്തി കളിച്ചത്. ഹാപ്പി ബർത്ത്ഡേ സിദ്ധു. താങ്ക് യു. സിദ്ധു, ഇത് എൻ്റെ ഗിഫ്റ്റാ. അതെയോ? മലറിൻ്റെയും സിദ്ധുവിൻ്റെയും ഫോട്ടോ വെച്ചിട്ടാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. മലറിനെ സിദ്ധുവിനെ അതേപടി വരച്ചിരിക്കുകയാണ്. സിദ്ധു അപ്പോൾ തന്നെ ആ ഓർമ്മയിൽ തന്നെ ആ ഫോട്ടോ എടുത്തിട്ട് നോക്കുകയാണ് വരച്ചത്. ലക്ഷ്മി അമ്മ മലറിന് തുണി നനച്ച് തുടച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക കഞ്ഞി ഉണ്ടാക്കുകയാണ്. ഇടയ്ക്ക് ലക്ഷ്മി അമ്മ പറയാണ്, ചന്ദ്രികയെ ഇപ്പോൾ കുഴപ്പമില്ല, പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചന്ദ്രിക പിന്നെ പെട്ടെന്ന് തന്നെ കഞ്ഞി ഉണ്ടാക്കേണ്ട തിരക്കിലാണുള്ളത്. പെട്ടെന്ന് ധൃതി പിടിച്ച് കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ്. കണ്ണ് തുറന്ന് കണ്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, മോളെ മലർ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടടാ? എനിക്ക് സിദ്ധുവിനെ കാണണം. സിദ്ധു എവിടെ അമ്മേ? മലർ, സിദ്ധു എയർപോർട്ടിലേക്ക് പോയി. അവൻ അമേരിക്കയിലേക്ക് എത്തിയ ഉടൻ നിന്നെ ഫോൺ ചെയ്യും. ലക്ഷ്മി അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ഫോൺ ചെയ്താൽ ഉടൻ നിനക്ക് വീഡിയോ കോൾ ചെയ്യാം. മലർ, നിനക്ക് അമ്മ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കുടിച്ചിട്ട് ഈ മരുന്ന് കഴിക്കണം, എന്നാലേ നിനക്ക് പനിയൊക്കെ മാറുള്ളൂ. ലക്ഷ്മി അമ്മ ചന്ദ്രികയോട് പറയാണ്, ഇങ്ങ് തന്നെ, ഞാൻ കൊടുക്കാം.
ചന്ദ്രിക എടുത്ത് മടിയിലേക്ക് പിടിച്ച് അപ്പോൾ ലക്ഷ്മി അമ്മ കഞ്ഞി കോരി കൊടുക്കുകയാണ് മലറിന്. മലറിനെ ഓരോന്നും പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ടാണ് ലക്ഷ്മി അമ്മ കഞ്ഞി കോരി കൊടുക്കുന്നത്. ഈ മരുന്ന് കഴിച്ചാൽ ഉടൻ ശരിയാവും. വാ തുറന്നേ മോള്. അമ്മേ, ചന്ദ്രിക വിളിക്കുകയാണ്. എന്തായാലും ഭാഗ്യം, പനി നന്നായിട്ട് കുറഞ്ഞു. ഇനി മലറിൻ്റെ കാര്യോർത്ത് നീ പേടിക്കണ്ട. ശരി അമ്മേ, ഞാൻ എന്താണെന്നറിയാതെ ആകെ പേടിച്ചു പോയി. അമ്മേ, മലറിന് സുഖായാൽ ഉടൻ ദേവീക്ഷേത്രത്തിൽ പോയി വിളക്ക് കത്തിക്കാൻ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. വേഗം പോയി വിളക്ക് കത്തിച്ചിട്ട് വരട്ടെ അമ്മേ. മലറിനെ ഒന്ന് നോക്കിക്കോളാമോ? ശരി, അതിനെന്താ? ഇതിനെന്താ ചന്ദ്രികയെ, ഞാൻ നോക്കിക്കോളാം. നീ പോയി വിളക്ക് കത്തിച്ചിട്ട് വാ. ഒന്നുമില്ലടാ, മരുന്ന് കഴിച്ചല്ലോ, ഇനിയിപ്പോൾ പെട്ടെന്ന് ശരിയാവും എൻ്റെ ചക്കര മോള്. അങ്ങനെ ചന്ദ്രിക ക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവർ ചോദിക്കുകയാണ്, പൂജാരി ആരുടെ പേരിലാണ് അർച്ചന? മലറിൻ്റെ പേരിലാണ് അർച്ചന ചെയ്യേണ്ടത്. സ്വാമി, എൻ്റെ മകളുടെ അസുഖം ഭേദമായാൽ ദേവിക്ക് വിളക്ക് കത്തിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഞാൻ പോയി വിളക്ക് കത്തിച്ചിട്ട് വരാം. ശരി, എന്നാൽ പിന്നെ വിളക്ക് കത്തിച്ചിട്ട് വന്നോളൂ. ചന്ദ്രിക അവിടെ പോയി നിറയെ വിളക്ക് വെച്ച് അതിന് ദീപം കൊളുത്തി. അപ്പോൾ ആ സമയത്ത് മഹേഷ് അതുവഴി വരികയായിരുന്നു. ആ സമയത്ത് മഹേഷ് ചിന്തിക്കുകയാണ്, അവനാരാ, നിൻ്റെ ഭർത്താവാണോ? അതേടാ, ഇദ്ദേഹം എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതിന് നിങ്ങൾക്കെന്താ? ആ കാര്യം ചിന്തിച്ച മഹേഷ് പെട്ടെന്ന് ദേഷ്യത്തോടെ ചന്ദ്രികയുടെ അടുത്തേക്ക് വരികയാണ്. ചന്ദ്രിക കത്തിച്ചു വെച്ച വിളക്കൊക്കെ കാലുകൊണ്ട് ചവിട്ടി ദൂരേക്കെറിഞ്ഞു. അപ്പോൾ തന്നെ ചന്ദ്രിക ദേഷ്യത്തോടെ എണീച്ച് അവനെ നോക്കുകയാണ്. അപ്പോൾ പറയാണ്, എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പാഞ്ഞു വരുന്ന നിൻ്റെ മറ്റവനുണ്ടല്ലോ, അവനിപ്പോൾ എവിടെടി? നോക്ക്, ആവശ്യമില്ലാത്ത എന്നോട് പ്രശ്നത്തിന് വരണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്. കോടതിയിൽ നിന്ന് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു എന്നാണോ വിചാരം? അങ്ങനെയൊന്നല്ലടി, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാ. എനിക്ക് നിന്നെയും മലറിനെയും വേണം. ഇപ്പം തന്നെ എൻ്റെ കൂടെ വാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. എന്ത് നടക്കാനടി? നീ എന്നെ എന്ത് ചെയ്യും? എന്താടി, പേടിപ്പിക്കണോ നീ? നോക്ക്, ഇപ്പം തന്നെ ദേവിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയെടുത്ത് നിൻ്റെ കഴുത്തിൽ കെട്ടും ഞാൻ, കാണണോ? അതിനുശേഷം ആരാണ് നമ്മളെ പിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. വാടി, കൈവിട് കൈവിട്. ഏയ് അല്ലേ പറഞ്ഞേ, വിടെന്നെ. നിങ്ങളോടല്ലേ പറഞ്ഞ എൻ്റെ കൈവിടാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ശക്തമായിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവൻ പോവുകയാണ്. ഇതെന്താ, ഭ്രാന്താണോ? എൻ്റെ കൈവിട്. എനിക്ക് ശരിക്കും ഭ്രാന്താണ്. എന്നെ വിട്, എന്നെ വിടാൻ. ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. വിട്, എന്നെ വിട്. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എന്നെ വിട്. എൻ്റെ കഴുത്തിൽ താലി കെട്ടാതെ ഞാൻ അടങ്ങില്ല. നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാലേ ആ സിദ്ധാർത്ഥിനോട് എനിക്ക് പകരം വീട്ടാൻ കഴിയൂ. വാ, ഇങ്ങോട്ട് വാ. ഏയ്, വിടാൻ തന്നെ. വരാനല്ലേ പറഞ്ഞേ? എന്നെ വിടാനല്ലേ പറഞ്ഞേ? വിട് എന്ന് പറഞ്ഞ് ചന്ദ്രിക കുതറി മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിലേറെ ബലം പ്രയോഗിച്ച് മഹേഷ് അവളെ പിടിക്കുകയും ചെയ്യാണ്. ബലം പ്രയോഗിച്ച് താലി കെട്ടാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നിൻ്റെ കഴുത്തിൽ ഞാൻ ഈ താലി കെട്ടിയിരിക്കൂടി. ഇല്ല, പറയുന്നത് കേൾക്ക്. വേണ്ട, വിടടാ, എന്നെ വിടടാ, എന്നെ വിട്. അപ്പോഴാണ് ആ പൂജാരി അങ്ങോട്ടേക്ക് വന്നത്. ഓ, ഇവിടെ എന്താ നടക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കുട്ടിയെ വെറുതെ വിട്. കുട്ടി വേണ്ട എന്നല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ നിർബന്ധിച്ച് ഇങ്ങനെ ചെയ്യുന്നത്? സോറി, ഇവളെൻ്റെ ഭാര്യയാണ്. ഇവിടെ കഴുത്തിൽ താലി കെട്ടാൻ എനിക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. വേണ്ട, വിട് എന്ന് പറഞ്ഞ് ചന്ദ്രിക മഹേഷിനെ തട്ടി മാറ്റിയിട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു തരത്തിലും മഹേഷിൻ്റെ പിടിയിൽ നിന്ന് ചന്ദ്രികയ്ക്ക് രക്ഷപ്പെടാനാവുന്നില്ല. അനിയ പറയുന്നത് കേൾക്ക്. സ്ത്രീകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ താലി കെട്ടാൻ പാടില്ല. പറഞ്ഞത് വിട് എന്ന് പറഞ്ഞ് അയാൾ പൂജാരി അടുത്തോട്ടേക്ക് പോയ സമയത്ത് പൂജാരിയെ മഹേഷ് തട്ടി മാറ്റുകയാണ്. പൂജാരി തറയിൽ പോയി വീണു. അപ്പോൾ പൂജാരി പറയാണ്, ഭഗവാനെ, ഇത് വൃത്തികേടാണ് ഇവൻ ഈ കാണിക്കുന്നത്. ആ ദേവി നിന്നെ രക്ഷിക്കാതെ വിടില്ല. ആയി കെട്ടടി, അടങ്ങി നിൽക്കടി. അവിടെ ചന്ദ്രികയെ അടങ്ങി നിൽക്കാനാണ് പറഞ്ഞേ. എന്നെ വിട് എന്ന് പറഞ്ഞ് ചന്ദ്രിക മഹേഷിനെ തട്ടി മാറ്റിയിട്ട് ഓടുകയാണ്. എടി നിൽക്കടി അവിടെ, നിൽക്കാനല്ല പറഞ്ഞേ, നിൽക്കടി അവിടെ എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ പിന്നാലെ തന്നെ മഹേഷ് ഓടുകയാണ്. ചന്ദ്രിക തളർന്ന് വീണുപോയി തറയിലേക്ക്. വേണ്ട, അടുത്തേക്ക് വരരുത്. കേൾക്ക്, വേണ്ട. എടി ചുമ്മാതിരിയടി. എന്നെ വിടടാ എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് ചന്ദ്രിക അയാളെ തട്ടിമാറ്റാൻ ശ്രമിക്കുകയാണ്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. നീ കെട്ടുന്ന താലി എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ സിദ്ധു സാറ് മാത്രമാണുള്ളത്. അത് കേട്ട് മഹേഷ് ഞെട്ടാണ്. അതെ, അദ്ദേഹം മാത്രമാണ് എൻ്റെ മനസ്സ് മുഴുവൻ ഉള്ളത്. അത് കേട്ടപ്പം അവൻ കൈവിട്ടിട്ട് പറയാണ്, സിദ്ധാർത്ഥ് മാത്രമാണെന്നോ നിന്നെ എന്ന് പറഞ്ഞ് വീണ്ടും അവളെ ബലം പ്രയോഗിച്ച് അടിക്കാനൊരുങ്ങാണ്. ഇതിനിടയ്ക്ക് അവസരം നോക്കി അവൻ താലി അവളുടെ കഴുത്തിൽ തന്നെ കെട്ടാൻ ശ്രമിക്കുകയാണ്.
അപ്പോഴേക്കും പൂജാരി ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വേഗം രക്ഷിക്കുക എന്ന് പറയാണ്. എന്താടാ നീ കാണിക്കുന്നത്, വിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവനെ പിടിച്ചു മാറ്റുകയാണ്. എല്ലാവരും അവനെ തട്ടി മാറ്റി. എന്നിട്ട് പോലീസിനെ വിളിക്കുക. സമയം ചന്ദ്രിക അവിടെ നിലത്തിരുന്നത് കരയാണ്. ചന്ദ്രികയുടെ അടുത്ത് തന്നെ നിന്ന് പൂജാരി പറയാണ്, മോളെ നീ ഇങ്ങനെ വിഷമിക്കരുത്, അവനെ അവർ പോലീസിൽ ഏൽപ്പിച്ചോളൂ. എണീറ്റ് ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. ചന്ദ്രിക എണീറ്റ് പെട്ടെന്ന് മഹേഷിനോട് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. മോറ്, എൻ്റെ മനസ്സ് മുഴുവൻ ഇപ്പോൾ സിദ്ധു സാറാണുള്ളത്. ചന്ദ്രിക എണീറ്റ് പതിയെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് സിദ്ധു എഴുതിയ ഒരു ലെറ്ററാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം നീ നിറവേറ്റണം. അമ്മ ആഗ്രഹിച്ചതുപോലെ നീ നന്നായി പഠിച്ച് കളക്ടറാവണം. നീ നിൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കണം. എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഞാനത് നിനക്ക് ഉറപ്പായും വാങ്ങിത്തരും. കത്തും കയ്യിൽ പിടിച്ചിട്ട് അവൾ പറയാണ്, ഞാൻ തോറ്റുപോയല്ലോ സാർ. ചന്ദ്രിക അവളുടെ വണ്ടിയുമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. നേരെ ചന്ദ്രിക വണ്ടി എയർപോർട്ടിലേക്കാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.